നമസ്കാരം എൻസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര പേരാമ്പ്ര പെട്രോൾ പമ്പിനു സമീപം ദേശീയപാതയിൽ കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ കാർ ഇടിച്ചു കയറി കാർ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. സിപിഎം കൊടകര സൗത്ത് ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു. മുനിയാട്ടുകുന്ന് വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം നിറവേറ്റാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. മുനിയാട്ടുകുന്നിൽ ടൂറിസം സാധ്യതകൾ തേടി ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശമുള്ള PWD റോഡിൽ മാഞ്ഞുപോയ സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യമുയരുന്നു. ഇഞ്ചക്കുണ്ട് ലൂർദുപുരം GUP സ്കൂളിൽ 10 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം കുട്ടികൾക്ക് തുറന്നു നൽകി. വാർത്തകൾ വിശദമായി. കൊടകര പേരാമ്പ്ര പെട്രോൾ പമ്പിനു സമീപം ദേശീയപാതയിൽ കണ്ടെയ്നർ ലോറിക്ക് പിറകിൽ കാർ ഇടിച്ചുകയറി കാർ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. പാലക്കാട് മങ്കര ചേപ്പറമ്പിൽ 41 വയസ്സുള്ള വിഷ്ണുദാസനാണ് പരിക്കേറ്റത്. ഇയാളെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി 10:30യോടെയാണ് അപകടം. ഭാഗികമായി തകർന്ന കാറിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ചാലക്കുടിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയും കൊടകര പോലീസും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. സിപിഎം കൊടകര സൗത്ത് ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു. KD അപ്പച്ചൻ, MS ശബരീഷ്, അമ്പിളി സോമൻ എന്നിവർ പ്രസംഗിച്ചു. ശനിയാഴ്ച റെഡ് വോളണ്ടിയർ മാർച്ച്, പ്രകടനം, പൊതുയോഗം എന്നിവയോടെ സമ്മേളനം സമാപിക്കും. അതിന്റെ ഒരു പ്രവർത്തനം പിന്നീട് നിർവഹിക്കേണ്ടതാണ്. 10 കോടി രൂപ ചെലവഴിച്ച് 10 കിലോമീറ്റർ ദൂരം മികച്ച റോഡായപ്പോൾ അതിനകത്ത് ഒരു 5 ഇഞ്ചിന്റെ അളവ് മാത്രമുള്ള ഒരു പ്രത്യേകമായ മാൻഹോളിനെ മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശമുള്ള PWD റോഡിൽ മാഞ്ഞുപോയ സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യമുയരുന്നു. സീബ്ര ലൈനുകൾ ഇല്ലാത്തതിനാൽ വലിയ പ്രയാസത്തിലാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർ. സീബ്ര ലൈൻ മാഞ്ഞുപോയതുകൊണ്ട് വാഹനങ്ങൾ യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് ഇതുവഴി കടന്നുവരുന്നതെന്നും ഇത് വിദ്യാർത്ഥികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് പറഞ്ഞു. മുപ്ലിയം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം PWD റോഡിലെ സീബ്ര ലൈൻ മാഞ്ഞു പോയിട്ട് മാസങ്ങളായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പ്രവേശിക്കാനും അതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വലിയ വാഹനങ്ങൾ വേഗത കൂട്ടിയാണ് ഇതിലെ സർവീസ് നടത്തുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എറണാകുളം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സീബ്ര ലൈൻ വരയ്ക്കണവുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി കൊടുത്തിരിക്കുകയാണ്. സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് PWD KRFB എറണാകുളം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് KG രവീന്ദ്രനാഥ് പരാതി നൽകി. ചരിത്രമുറങ്ങുന്ന മുനിയാട്ടുകുന്ന് വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം നിറവേറ്റാനൊരുങ്ങുന്നു. ചരിത്രമുറങ്ങുന്ന മുനിയാട്ടുകുന്ന് വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്ന ആവശ്യം നിറവേറ്റാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. ഇതിന് ആദ്യപടിയായി ചരിത്രമുറങ്ങുന്ന മുനിയാട്ടുകുന്നിൽ ടൂറിസം സാധ്യതകൾ തേടി തൃശൂർ ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംദാസും ഇൻഫർമേഷൻ ഓഫീസർ ശാരിക V നായരും മുനിയാട്ടുകുന്നിൽ സന്ദർശനം നടത്തി. കഴിഞ്ഞ ആഴ്ചയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ മുഖാമുഖം പരിപാടിയിൽ മുപ്ലിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി സനയ് കൃഷ്ണയാണ് വിഷയം കളക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. തുടർന്ന് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും പൂർവ്വ വിദ്യാർത്ഥിയുമായ PV ശ്രീജിത്ത് കളക്ടർക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകുകയും ജില്ലാ കളക്ടർ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ടൂറിസം വകുപ്പിന് നിർദ്ദേശം നൽകുകയുമായിരുന്നു. ഉദ്യോഗസ്ഥ സംഘം മുപ്ലിയം സ്കൂളും സന്ദർശിച്ചു. മുനിയാട്ടുകുന്ന് പ്രദേശത്ത് കൈവരികൾ, ലൈറ്റുകൾ, ടോയ്ലറ്റ്, ഇരിപ്പിടങ്ങൾ, വേസ്റ്റ് ബിന്നുകൾ എന്നിവ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി വിശദമായ പ്രോജക്ട് തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. അപ്പോൾ ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം നമ്മൾ ഇന്ന് മുനിയാട്ടുകുന്ന് നമ്മളിന്ന് വിസിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു പ്രോജക്റ്റ് പ്രൊപ്പോസലാക്കി ടൂറിസം വകുപ്പ് ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആഭ്യന്തര ടൂറിസ്റ്റുകളിവിടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അവർ വരുമ്പോൾ അവർക്ക് ഈ മീൻസ് ഹാൻഡ് റെയിൽസ്, അതായത് പിടിച്ചു കയറാനായിട്ടുള്ള ഹാൻഡ് റെയിൽസ്, പിന്നെ അതേപോലെയുള്ള ലൈറ്റുകൾ വരുമ്പം രണ്ട് സൈഡിലും ലൈറ്റുകൾ, പിന്നെ അതേപോലെ
നമ്മൾ വേറെ മുകളിൽ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകൾ, അങ്ങനെയുള്ള പിന്നെ താഴെ സൗകര്യമുണ്ടെങ്കിൽ നമ്മളൊരു ടോയ്ലറ്റും കൂടെ നമ്മളിപ്പോൾ ആലോചിക്കുന്നുണ്ട്. എംഎൽഎയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നമ്മൾ ടൂറിസം വകുപ്പുമായി ചർച്ച അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ എത്രയും പെട്ടെന്ന് തന്നെ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ഈ അതിമനോഹരമായ മുനിയാട്ടുകുന്ന് ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാകട്ടെ. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും സപ്പോർട്ടും ഇതിനുവേണ്ടി. നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ മീറ്റ് ദ കളക്ടർ പ്രോഗ്രാമിന് കളക്ടറേറ്റ് സന്ദർശിച്ചിരുന്നു. അന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടതാണ്, പ്രത്യേകിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന സനയ് കൃഷ്ണ, അവൻ്റെ ആവശ്യമായിരുന്നു മുനിയാട്ടുകുന്ന് പ്രദേശം ഒരു ടൂറിസ്റ്റ് മേഖലയ്ക്ക് ഉതകുന്നതാണ്, അതൊന്ന് വന്ന് സന്ദർശിക്കണമെന്ന് സാറിനോട് ആവശ്യപ്പെട്ടു. ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS അവരുടെ മീറ്റ് ദ കളക്ടർ പ്രോഗ്രാമിലേക്ക് നമ്മുടെ കുട്ടികളുമായി ഉള്ള യാത്രയിൽ ഞാനും പങ്കെടുത്തിരുന്നു. സാറിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയപ്പോൾ തന്നെ സാറ് വളരെ അന്ന് ഞങ്ങൾ തിരിച്ചെത്തുന്നതിനുള്ളിൽ തന്നെ കളക്ടറേറ്റിൽ നിന്ന് വിളിച്ചതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറയുകയും അന്ന് സന്ധ്യയ്ക്ക് തന്നെ ഞാൻ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, വൈസ് പ്രസിഡന്റ് TG അശോകൻ, പഞ്ചായത്ത് അംഗങ്ങളായ റോസ്ലി തോമസ്, VM റഷീദ്, പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ PV ശ്രീജിത്ത്, മുപ്ലിയം ഗവൺമെന്റ് സ്കൂൾ പ്രധാനാധ്യാപിക MV ഉഷ, PTA പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, PTA അംഗം CK സന്ദീപ് കുമാർ, വിദ്യാർത്ഥി സനയ് കൃഷ്ണ എന്നിവർ സന്നിഹിതരായി. പ്രദേശത്തെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിനു കൂടിയാണ് ഇതോടെ പച്ചക്കൊടി ഉയരുന്നത്. ഫാഷൻ വസ്ത്രരംഗത്ത് വിസ്മയം തീർക്കാൻ ഏറെ പുതുമകളോടെ പാഷൻ പെറ്റൽസിന്റെ നവീകരിച്ച ഷോറൂം പുതുക്കാട് ബസാർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. നവീകരിച്ച പാഷൻ പെറ്റൽസ് വസ്ത്രാലയ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഭദ്രദീപം തെളിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് ഷൈനി ജോർജ് ആദ്യ വിൽപ്പന നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയി മൂത്തേടൻ നറുക്കെടുപ്പ് നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് NR ജോഷി, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു. പ്രസിദ്ധ മേനോൻ പട്ടഞ്ചേരി 70ന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് സ്ഥാപനം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒരുക്കിയിരിക്കുന്നു. ന്യൂബോൺ ബേബീസ്, കിഡ്സ് വെയറുകൾ, ലേഡീസ് വെയർ, സാരീസ്, സൽവാർ സ്യൂട്ട്സ്, ലഹങ്ക, ബ്രാൻഡഡ് കുർത്തീസ്, ലെഗിൻസ്, നൈറ്റി, നൈറ്റ് വെയേഴ്സ്, കുത്താമ്പുള്ളി കളക്ഷൻസ്, മെൻസ് വെയർ തുടങ്ങി എല്ലാതരം വസ്ത്രങ്ങളും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ലഭ്യമാകുന്നു. പാഷൻ പെറ്റൽസ് എന്ന ഈ സ്ഥാപനം ഇന്നിവിടെ ബസാർ റോട്ടിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. 4 വർഷമായി ഈ സ്ഥാപനം ഇവിടെ തന്നെയുണ്ട്. ഇതൊന്ന് നവീകരിച്ച് കുറച്ചുകൂടി പുതുമയേറിയ വസ്ത്രവൈവിധ്യങ്ങളുമായിട്ടാണ് ഇന്നിവിടെ ഇത് തുറന്നിരിക്കുന്നത്. ലേഡീസ്, കിഡ്സ്, മെൻസ് വൈവിധ്യമാർന്ന വസ്ത്രശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ പ്രീമിയം ബ്രാൻഡ് ഇന്നർ വെയർ, അതിൽ തന്നെ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട്. ക്രിസ്മസിൻ്റെതായ ഒരുപാട് വൈവിധ്യമായ കളക്ഷനുകളും ഒരുപാട് ഓഫറുകളുമായിട്ടാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ നാൾ വരെ സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. തുടർന്നും ഈ സഹകരണത്തിന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരെയും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് വൈവിധ്യമാർന്ന വസ്ത്രശേഖരണ കളക്ഷനുമായി ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. പുതുക്കാടിന്റെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് നിറപ്പകിട്ടേക്ക് പാഷൻ പെറ്റൽസ് വസ്ത്രാലയ, ബസാർ റോഡ്, പുതുക്കാട്. വിളിക്കേണ്ട നമ്പർ 9567861639 9446847639. ഇഞ്ചക്കുണ്ട് ലൂർദുപുരം GUP സ്കൂളിൽ 10 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം കുട്ടികൾക്ക് തുറന്നു നൽകി.
കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, SSK ജില്ലാ കോർഡിനേറ്റർ NJ ബിനോയ്, സ്കൂൾ പ്രധാന അധ്യാപിക റിൻസി ജോൺ, കൊടകര BPC VB സിന്ധു, ജനപ്രതിനിധികൾ, PTA ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായി. SSK സ്റ്റാർസ് പദ്ധതി പ്രകാരമാണ് തുക അനുവദിച്ചത്. കല്ലൂർ ആലങ്ങാട് VFPCK ഹാളിൽ മെഗാ വായ്പാ മേള നടത്തി. മുകുന്ദപുരം താലൂക്ക് വ്യാപക അതിർത്തിയായിട്ടുള്ള ഇരിങ്ങാലക്കുട സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കല്ലൂർ ആലങ്ങാട് VFPCK ഹാളിൽ മെഗാ വായ്പാ മേള നടത്തി. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് തിലകൻ പൊയ്യാറ അധ്യക്ഷനായി. VFPCK പ്രസിഡന്റ് MK ജനാർദ്ദനൻ, ആൻ കുഞ്ഞുമോൻ, ബാങ്ക് ഡയറക്ടർമാരായ രജനി സുധാകരൻ, EV മാത്യു, KL ജെയ്സൺ, സെക്രട്ടറി KS ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ഒരുപാട് കർഷകരുടെ മനമുരുകിക്കൊണ്ടുള്ള കാര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ പ്രളയത്തിൽ മനുഷ്യനിർമ്മിതമായ പ്രളയം എന്ന് തന്നെ പറയാം. അതിൽ ഒരുപാട് പേരുടെ വാഴ, അത് പല കൃഷികളും നാമാവശേഷമായി പോയ ഒരു അവസ്ഥയാണ് നമ്മൾ. അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ VFPCK നമ്മൾ നാഷണലൈസ്ഡ് ബാങ്കിന് KCC ലോൺ ഫാമേഴ്സിന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ജനാർദ്ദനൻ പറഞ്ഞ പോലെ 7% ആണ് അവർക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. അതിൽ 3% നബാർഡ് തിരിച്ചു കൊടുക്കും, 2% VFPCK സബ്സിഡി ആയിട്ട് കൊടുക്കും. പിന്നെ കർഷകർക്ക് വരുന്നത് 2%. ഇരിങ്ങാലക്കുട കാർഷിക വികസന ബാങ്ക് പഴയ കാലത്തെ ഭൂവുട ബാങ്ക് 52-53 വർഷമായി പഴക്കമുള്ള ബാങ്കാണത്. ഈ ബാങ്ക് തുടങ്ങിയ അന്ന് കാലം തൊട്ട് നമ്മൾ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് 9 ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. അതിലൊരു ബ്രാഞ്ചാണ് ഈ ആമ്പല്ലൂരുള്ളത്. അതേപോലെ തന്നെ മറ്റുള്ള ആമ്പല്ലൂർ തൊട്ട് പല സ്ഥലത്തും നമുക്ക് ബാങ്കുകളുണ്ട് എന്നുള്ള സത്യമാണ്. എന്നിരുന്നാലും ചേർപ്പ് സബ് ജില്ലാ കലോത്സവത്തിൽ ആലങ്ങാട് ശങ്കര UP സ്കൂൾ UP വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സംസ്കൃതോത്സവം UP വിഭാഗത്തിൽ സ്കൂൾ 2ാം സ്ഥാനവും നേടി. കൊടകര കുന്നത്തൃക്കോവിൽ ക്ഷേത്രത്തിലെ ഷഷ്ഠി ആഘോഷത്തിനായി ഷഷ്ഠി കോർഡിനേഷൻ കമ്മിറ്റിയും പൂനിലാർക്കാവ് ദേവസ്വവും ചേർന്നുയർത്തുന്ന അലങ്കാര പന്തലിന് കാൽനാട്ടി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ, പൂനിലാർക്കാവ് ദേവസ്വം ഭാരവാഹികളായ D നിർമ്മൽ, രവീന്ദ്രൻ ഇളയത്, കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായി. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ കോൺവെന്റ് ഹൈസ്കൂൾ വോളിബോൾ ടൂർണമെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രസന്റേഷൻ എവറോളിംഗ് ട്രോഫിക്കും റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അമ്പനോളി എവറോളിംഗ് ട്രോഫിക്കും വേണ്ടിയുള്ള 24ാമത് അഖില കേരള ഇന്റർ സ്കൂൾ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ടൂർണമെന്റിൽ കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ HSSനെ പരാജയപ്പെടുത്തി കരിമ്പാടം DD സഭ ഹൈസ്കൂൾ വിജയികളായി. ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം ജോഫി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം KR ഷാജു ലൂയിസ് അധ്യക്ഷത വഹിച്ചു. ഇന്റർനാഷണൽ വോളിബോൾ പ്ലെയർ യൂസഫ് K ഇബ്രാഹിം സമ്മാനദാനം നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, പ്രധാന അധ്യാപിക സിസ്റ്റർ ലിസ്മിൻ, ഹോളി ഫാമിലി വെള്ളിക്കുളങ്ങര പള്ളി വികാരി ഫാദർ ബെന്നി ചരവത്തൂർ, പ്രസന്റേഷൻ കോൺവെന്റ് വെള്ളിക്കുളങ്ങര മദർ സുപ്പീരിയർ സിസ്റ്റർ റിൻ മരിയ, അസിസ്റ്റന്റ് പ്രധാനാധ്യാപിക ജെയ്മോൾ ജോസഫ്, PTA പ്രസിഡന്റ് VG സത്യൻ എന്നിവർ പ്രസംഗിച്ചു. തെരുവുനായ ശല്യത്തിനെതിരെ തെരുവുനായയുടെ വേഷമിട്ട് സാമൂഹ്യ പ്രവർത്തകന്റെ ഒറ്റയാൾ പോരാട്ടം. ആളുകൾക്കിടയിൽ നായയുടെ ചേഷ്ട കാണിച്ചാണ് കൊല്ലം സ്വദേശി നജീം കുളങ്ങരയുടെ വ്യത്യസ്തമായ പ്രതിഷേധം. കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയുള്ള സമരയാത്ര ആമ്പല്ലൂരിലുമെത്തി. എല്ലാ ജില്ലകളിലും തെരുവുനായകൾക്കായി ഷെൽട്ടർ ക്രമീകരിക്കുക, തെരുവുനായ്ക്കളുടെ വന്ധ്യീകരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തെരുവുനായയുടെ കോലം കെട്ടി വീൽ ചെയർ ഉന്തിക്കൊണ്ടുള്ള നജീബിന്റെ ഒറ്റയാൾ പോരാട്ടം. നജീം കുളങ്ങര കഴിഞ്ഞ 3 വർഷമായി സമൂഹത്തിലെ പല വിഷയങ്ങൾക്കെതിരെയും നിരവധി പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. കുട്ടികളുടെയും മറ്റു യാത്രക്കാരുടെയും സുരക്ഷയ്ക്കായാണ് തന്റെ യാത്രയെന്ന് നജീം പറഞ്ഞു. സ്ഥലം കൊല്ലം ജില്ലയിൽ തേവലക്കരയിലാണ്. ഞാൻ ഈ വരുന്നത് മഞ്ചേശ്വരം മുതൽ ഓൾ കേരള തിരുവനന്തപുരത്തേക്കാണ്, അതായത് സെക്രട്ടേറിയറ്റിലേക്കാണ്. ഇത് എനിക്കൊരു പേരാ പ്രസിദ്ധി എടുക്കാനല്ല, ഇവിടെ നിരവധി കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബൈക്ക് യാത്രക്കാർ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്ഥലങ്ങൾ കണ്ടെത്തി തെരുവിൽ ഈ സാധനത്തിനെ മാറ്റണം. തെരുവിനേക്കാൾ ശത്രുവൊന്നുമല്ല, പക്ഷെ തെരുവിൽ നിന്ന് മാറ്റിയേ പറ്റും. അത് നിർബന്ധമാണ്. കാരണം ഇന്നലെയും കടി കയറ്റി. ഈ ഉടായ്പയുള്ള വന്ധീകരണം ഉണ്ടല്ലോ, അത് നിർത്തലാക്കുക. ഇപ്പം നടക്കുന്ന വന്ധീകരണം ചെയ്തിട്ട് ചെവി കട്ട് ചെയ്യും. ഇവിടെ നിങ്ങളെന്തോ കടിക്കത്തില്ലയോ? നിങ്ങളൊരു കാര്യം ചെയ്യും, റോഡിൽ വന്ധീകരിച്ച പട്ടികൾ എവിടെയൊക്കെ പ്രസവിച്ച് കിടക്കുന്നത്.
തെരുവുനായ ഉണ്ടാക്കുന്ന ഭീഷണി പലയിടങ്ങളിലും തെരുവു നാടകമായും നജീം അവതരിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ യാത്രയിലുടനീളം നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ സമാപന ദിനത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകാനാണ് തീരുമാനം. തെരുവുനായ ശല്യത്തിനെതിരെ ശാശ്വതമായ പരിഹാരമെന്ന ആവശ്യം ലക്ഷ്യപ്രാപ്തിക്കായി നാടും നഗരവും ചുറ്റി നജീബിന്റെ യാത്ര തുടരുകയാണ്. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്യും. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര മേഖല കുടുംബയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശിവദാസൻ കുഴിക്കാട്ടിൽ അധ്യക്ഷനായി. യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് ട്രഷറർ TA വേലായുധൻ, AV ജോൺസൺ, VG വേണു, CI വിലാസിനി, KS സതീശൻ, KR നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ഉദ്ഘാടനം ഡിസംബർ 7-ന് നടക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. റവന്യൂ മന്ത്രി K രാജൻ മുഖ്യാതിഥിയാകും. മുപ്പത് മിനിറ്റിനുള്ളിൽ US-ൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാനാകും എന്ന ഇലോൺ മസ്കിന്റെ പ്രവചനം വന്നത് അടുത്തിടെയാണ്. ഏറ്റവും വേഗത്തിൽ രാജ്യ അതിർത്തികൾ പിന്നിടാൻ സഹായകരമായ ഭാവി യാത്രകൾ ആസൂത്രണം ചെയ്യുകയാണ് മസ്ക്. സ്റ്റാർഷിപ്പിന്റെ ഫ്ലൈറ്റുകൾ ഈ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ് അദ്ദേഹം. കമ്പനിയുടെ 6ാമത്തെ ടെസ്റ്റ് ഫ്ലൈറ്റും വിജയമായിരുന്നു. ഡൽഹിയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പറക്കാൻ 30 മിനിറ്റ് മതിയാകുമെന്ന പ്രഖ്യാപനം മസ്കിന്റെ വലിയൊരു സ്വപ്നത്തിന്റെ ഭാഗമാണ്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും US പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഇലോൺ മസ്ക് ചില പുതിയ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. US ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിനെ നയിക്കാൻ ഇലോൺ മസ്കിനെയും സർക്കാർ നിയമിച്ചിട്ടുണ്ട്. ട്രംപിന്റെ സേവ് അമേരിക്ക ക്യാമ്പയിനിന്റെ ഭാഗമായി സർക്കാരിലെ ബ്യൂറോക്രസി സ്വാധീനം കുറയ്ക്കാനും അധിക നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കാനും പാഴ്ചെലവുകൾ കുറയ്ക്കാനുമൊക്കെ ലക്ഷ്യമിട്ടാണ് പുതിയ നിയമനം. ഫെഡറൽ ഏജൻസികളെ പുനഃക്രമീകരിക്കാനും ഇലോൺ മസ്കും വിവേക് രാമസ്വാമിയും നയിക്കുന്ന ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന് ആകുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് റോക്കറ്റ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന പദ്ധതികളിൽ ഒന്നാണിത്. ഒരു യാത്രയിൽ 1000 യാത്രക്കാരെ വരെ കൊണ്ടുപോകാൻ സ്റ്റാർഷിപ്പിന് കഴിയും എന്നാണ് സൂചന. ഭൂമിയുടെ ഉപരിതലത്തിന് സമാന്തരമായി ഭ്രമണപഥത്തിൽ പറക്കാനാകുന്ന സ്പേസ് എക്സ് ഭാവി യാത്രകളുടെ ഗതി മാറ്റുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ലോസ് ഏഞ്ചൽസിൽ നിന്ന് ടൊറാന്റോയിലേക്ക് ഇപ്പോൾ തന്നെ വേണം 24 മിനിറ്റ്. ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് 29 മിനിറ്റും. എന്നാൽ സ്റ്റാർഷിപ്പ് ഫ്ലൈറ്റുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ ഡൽഹിയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് 30 മിനിറ്റ് മതി. ന്യൂയോർക്കിൽ നിന്ന് ഷാങ്ഹായിലേക്ക് 39 മിനിറ്റിൽ യാത്ര ചെയ്യാനാകുമെന്നും ഇലോൺ മസ്ക് സൂചിപ്പിക്കുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ട്രംപിന്റെ സംരംഭങ്ങൾക്ക് പച്ചക്കൊടി കാട്ടിയേക്കുമെന്നാണ് സൂചന. കാലാവസ്ഥ. കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിലേക്കും വിവിധ പദ്ധതികളിലേക്കുമായി തെറാപ്പിസ്റ്റ് തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. വിജ്ഞാപന പ്രകാരം ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്റർവ്യൂ. ഉദ്യോഗാർത്ഥികൾ ഡിസംബർ 5-ന് ബയോഡാറ്റ, സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ ഒറിജിനൽ സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷന്റെ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ എത്തിച്ചേരണം. തെറാപ്പിസ്റ്റ് മെയിൽ തസ്തികയിലേക്കായി അപേക്ഷിച്ചവരിൽ രാവിലെ 9:30-നും തെറാപ്പിസ്റ്റ് ഫീമെയിൽ തസ്തികയിലേക്ക് അപേക്ഷിച്ചവർ രാവിലെ 11-നകവും റിപ്പോർട്ട് ചെയ്യണം. ഫോൺ നമ്പർ 048729391910. നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിലേക്കുള്ള കുക്ക് തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. SSLC-യാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോം, ബയോഡാറ്റ, സർട്ടിഫിക്കറ്റ്, ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ ഡിസംബർ 6-ന് രാവിലെ 10-ന് നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് എത്തിച്ചേരണം. ഫോൺ നമ്പർ 048729391910. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7160 രൂപ, പവന് 57,280 രൂപ.
വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് പുതുശ്ശേരി തളിയപ്പറമ്പിൽ തോമസ് ആന്റണി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മണ്ണമ്പേട്ട പണിക്കവളപ്പിൽ കറപ്പൻ ഭാര്യ തങ്ക അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബാബു, രാധിക, പരേതനായ രാജൻ എന്നിവർ മക്കളും കാഞ്ചന, ഉമ, മോഹനൻ എന്നിവർ മരുമക്കളുമാണ്. വരാക്കര ആലപ്പാടൻ ഔസേബ് ഭാര്യ മേരി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സന്തോഷ് മകനും വിൻസി മരുമകളുമാണ്. വെണ്ടൂർ തേറാട്ടിൽ കളപ്പുര പൊറിഞ്ചു ഭാര്യ മേരി അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9:30 വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. ഡെയ്സി, ലിസി, സെബി, പരേതനായ ജോസ് എന്നിവർ മക്കളും അൽഫോൻസ, റപ്പായിക്കുട്ടി, ബിന്ദു, പരേതനായ ഡേവിസ് എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര നെടുമ്പാൾ കാരിക്കോട്ട് ഹേമരാജ് അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രജിതയാണ് ഭാര്യ. ഹീര, ഹിമ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര പേരാമ്പ്ര പെട്രോൾ പമ്പിനു സമീപം ദേശീയപാതയിൽ കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ കാർ ഇടിച്ചു കയറി കാർ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. CPM കൊടകര സൌത്ത് ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. മുനിയാട്ടുകുന്ന് വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം നിറവേറ്റാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. മുനിയാട്ടുകുന്നിൽ ടൂറിസം സാധ്യതകൾ തേടി ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശമുള്ള PWD റോഡിൽ മാഞ്ഞുപോയ സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യമുയരുന്നു. ഇഞ്ചക്കുണ്ട് ലൂർദ്പുരം GUP സ്കൂളിൽ 10 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം കുട്ടികൾക്ക് തുറന്നു നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.